ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബി രാകേഷ് കൊച്ചിയിൽ പ്രതികരിക്കുന്നു. അതിലേക്ക് കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ചാനലിൽ ചെന്നോ ഇല്ലെന്നുള്ളതല്ല, പ്രൊമോഷന് പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. പ്രൊമോഷൻ 2 മണിക്കൂർ മാത്രമാണ് ചെലവഴിച്ചത് ഏതോ ഒരു സ്ഥലത്ത്. അല്ലാതെ അതൊരു ശരിയായ കീഴ്വഴക്കമല്ല. ഇവിടുത്തെ സീനിയർ താരങ്ങൾ മമ്മൂക്കയും മോഹൻലാലും അദ്ദേഹമൊക്കെ എല്ലാ പടത്തിനും പ്രൊമോഷന് ഒരുപാടായിട്ട് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യമാണ്. പലരും പ്രൊമോഷന് പോകുന്നില്ല. ഇത്രയും കോടികൾ മുടക്കി ഒന്നാമത് സിനിമാ വ്യവസായം ഇത്രയും മോശമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പല ആൾക്കാരും പ്രൊമോഷന് പോകുന്നില്ല. എന്തോ ഒരു മോശം പോലെയാണ്. അത് ശരിയല്ല. ആ സിനിമ ആളുകളിലേക്ക് എത്തിക്കണ്ടേ. അതിന്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടെ വന്നിരുന്നാൽ നിങ്ങളിൽ എത്ര പേര് അതിനെക്കുറിച്ച് ഉള്ള വാർത്തകൾ കൊടുക്കും എന്നൊന്ന് നിങ്ങൾക്കും ബോധ്യമുള്ള കാര്യങ്ങളാണ്. അത് വളരെ സീരിയസ് ആയിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ എടുത്തിട്ടുണ്ട്. അമ്മ അസോസിയേഷൻ ഞങ്ങളൊരു കത്ത് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അടിയന്തര മീറ്റിംഗ് വേണമെന്ന്. ഈ ബിജു മേനോന്റെ ഇഷ്യൂ നടക്കുമ്പോൾ നേരിട്ട് കത്തെഴുതാൻ കാരണം അന്ന് അമ്മയിൽ അഡ്വോക്കേറ്റ് കമ്മിറ്റിയൊക്കെ ആയിരുന്നു. അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് ഡീൽ ചെയ്തിട്ടുള്ളത്. ഇതില് ബിജു മേനോൻ ഇതുവരെ പ്രതികരിച്ചില്ല എന്ന് പറയുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു അങ്ങനെ അത്ര ഒരു കർക്കശമായ നടപടി തുടർന്ന് കഴിഞ്ഞാൽ ശക്തമായ ഒരു രീതിയിലേക്ക് സഹകരിക്കില്ലാത്ത ലെവലിലേക്കൊക്കെ നീങ്ങുമോ? ഒരു വിലക്ക് പോകുന്ന രീതിയിലേക്ക്? അല്ല, അതിലേക്കൊന്നും അദ്ദേഹം പോകുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളത് പുള്ളി അതിനെ കൂടുതൽ മറുപടി പറഞ്ഞിട്ടില്ല. അതിനർത്ഥം അത് പുള്ളി അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ. അല്ല, അക്സെപ്റ്റ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ആ രീതിക്കുള്ള അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴല്ലേ, അക്സെപ്റ്റ് ചെയ്യാതിരുന്ന അക്സെപ്റ്റ് ചെയ്യും. വളരെ ഗൗരവമായി തന്നെ കാണും. തീർച്ചയായിട്ടും ആ ഇഷ്യൂ ശരിക്കും പറഞ്ഞാൽ ആ ഇഷ്യൂ അന്ന് കഴിഞ്ഞതാണ്. ഇപ്പൊ അത് വേറൊരു അവസരത്തിൽ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒരു ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വേറെ ഇല്ല. ഒരുപാട് പേര് പോകുന്നില്ല എന്ന് നിർമ്മാതാക്കളുടെ പരാതിയുണ്ട്. വളരെ ഈ പരാതി അസോസിയേഷന്റെ തലപ്പത്തിരിക്കുമ്പോൾ എല്ലാവരുടെയും പരാതി കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് കേൾക്കും. അതിന് ശക്തമായ നടപടി ഉണ്ടാകും. പ്രൊമോഷന് പോയിരിക്കണം, പോകാതിരിക്കുള്ളവർക്കെതിരെ നടപടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന് കോമ്പൻസേഷൻ അവർ കൊടുക്കേണ്ടി വരും. ഇല്ല, അമ്മയുമായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് കാര്യങ്ങൾ. ആ മീറ്റിംഗ് വേണോ, അവരിപ്പം അടുത്തിടെ വന്നതല്ലേ ഉള്ളൂ. അപ്പൊ അവരുടെ എല്ലാ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞേ ഉള്ളൂ. കത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കുടുംബസംഗമം കഴിഞ്ഞ മീറ്റിംഗ് ഉണ്ടാവും. മീറ്റിംഗ് ഉണ്ടായിട്ടൊരു തീരുമാനമുണ്ട്. നിരവധി താരങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അത് അതിന്റെ നിലപാട് എന്താണ്? അമ്മായിലൊരു ആലോചന നടക്കുന്നുണ്ടാണ് എങ്ങനെ നടപടി സ്വീകരിക്കുന്നത്? അല്ല, എന്താണ് സിനിമയിൽ അഭിനയിക്കാമെങ്കിൽ ആ പടം പ്രൊമോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്താണ് അവർക്ക് ബുദ്ധിമുട്ട്? ഇതൊരു കോംപ്ലിക്കേറ്റഡ് കാര്യമൊന്നും അല്ലല്ലോ ആവശ്യപ്പെടുന്നത്. ഒരു സിനിമ അവർ അഭിനയിച്ച അവരുടെ സിനിമ പ്രൊമോട്ട് ചെയ്യണമെന്നാണല്ലോ നമ്മൾ പറയുന്നത്. അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഈ നഷ്ടം നികത്താൻ വേണ്ടി അദ്ദേഹം എത്ര തുക നൽകണം എന്നതാണ് നമ്മൾ ആവശ്യമായിട്ട് ഉന്നയിക്കുന്നത്. 25 ലക്ഷം രൂപയാണ് അതിനകത്ത്. നമ്മൾ 15 ലക്ഷം രൂപ അവര് കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ലിസ്റ്റിൽ നിന്ന് ലിസ്റ്റിൻ സെക്രട്ടറിയാണ്. ലിസ്റ്റിൽ നിന്നുള്ളതല്ല, ലിസ്റ്റിന്റെ പടമായിരുന്നു അടുത്തുണ്ടായിരുന്ന. ആ പടത്തിന്റെ നിർമ്മാതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 15 ലക്ഷം രൂപ വാങ്ങുന്നത് അത് ഏത് രീതിക്കാണ്? കാരണം ബിജുമേനോന്റെ കയ്യിലിരിക്കുന്ന ഒരു പണം, ആ പൈസ ഏത് രീതിക്ക് ഈടാക്കും? എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അതായത് അയാളുടെ അടുത്ത റെമ്യൂണറേഷനിൽ നിന്ന് ഇത് കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെ, അതെ, കട്ട് ചെയ്യുന്നത്. അയാൾ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അയാളുടെ അനുവാദം കൂടെ വാങ്ങിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും കട്ട് ചെയ്യുന്നത്. അയാൾ സമ്മതിക്കുമായിരിക്കും. സമ്മതിക്കുന്നില്ല എന്ന് പുള്ളി അറിയിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം അത് സമ്മതിക്കും. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആയിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾറെഡി ഇതൊരു 6 മാസത്തോളമായി. ഈ സിനിമ കുറച്ച് വലിയ സിനിമയാണെന്ന് തോന്നുന്നു, താമസിക്കുന്നുണ്ട് ഇറങ്ങാൻ. അതിനുശേഷമാണ് മറ്റേ സിനിമ ഈ വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞ പടം വരുന്നത് തന്നെ. അതുകൊണ്ടാണ് അതിൽ വരാതിരുന്നത്. ഈ സിനിമയിലാണ് അത് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. സെറ്റിൽമെന്റ് ബിജു സമ്മതിക്കുന്നത് തന്നെയാണ്. എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഈ പ്രൊമോഷനുമായി സഹകരിക്കാത്ത നടന്മാർ ബിജുമാൻ മാത്രമല്ല മറ്റേത് നടന്മാരായി അവരുമായി സഹകരിക്കേണ്ട എന്ന് തീരുമാനത്തിലേക്ക് പോകുമോ? ഇല്ല, ഞങ്ങൾ വളരെ ശക്തമായിട്ട് അവരോട് ആദ്യത്തെ പടിയാണ് അമ്മയായിട്ടുള്ള മീറ്റിംഗ്. അതിനകത്ത് ഞങ്ങൾ പറയും സിനിമയിൽ അഭിനയിച്ചാൽ അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. ഇവിടെ സീനിയർ ആൾക്കാർ എല്ലാ നടന്മാരും മിക്കവാറും എല്ലാവരും പോകുന്നുണ്ട്. വളരെ കുറച്ച് ആൾക്കാരാണ് ഇതിനകത്ത് സഹകരിക്കാത്തത്. അത് ശരിയായ ഒരു കാര്യമല്ല. പക്ഷെ അതിൽ തന്നെ ഈ മുതിർന്ന താരങ്ങളാണല്ലോ കൂടുതലും. ഇപ്പോൾ യുവതാരങ്ങൾ പൂർണ്ണമായും പലതരത്തിലും പരിപാടികൾ സഹകരിക്കുന്നു. പക്ഷേ ഈ സീനിയർ താരങ്ങളാണ് കൂടുതലായിട്ട് ഈ ഇത്തരം പ്രൊമോഷൻ പരിപാടികൾ വിട്ടുനിൽക്കുന്നത്. അല്ല, അത് തെറ്റാണ്. ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമയ്ക്കും നന്നായിട്ട് പ്രൊമോഷന് പോകാറുണ്ട്. മമ്മൂക്ക പോകാറുണ്ട്. എല്ലാവരും പോകാറുണ്ട്. ദിലീപ് പോകാറുണ്ട്. സുരേഷ് ഗോപിയുടെ കാര്യം എനിക്ക് അടുത്ത് അദ്ദേഹം പോകാറുണ്ടെന്ന് തന്നെയാണ് എന്റെ അറിവ്. പിന്നെ മിക്കവാറും എല്ലാവരും. ഈ സൂപ്പർ താരങ്ങൾക്ക് താഴെ നിൽക്കുന്ന ആളുകളാണ് ഇത്തരം നിലപാടെടുക്കുന്നത്. ഞാനങ്ങനെ വ്യത്യാസപ്പെടുത്തി പറയല്ല. ചില ആൾക്കാർ പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഇപ്പൊ കുഞ്ചാക്കോ ബോബൻ ഉള്ള സിനിമയ്ക്ക് പോകുന്നതായിട്ട് അറിയാം, പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം ബിജുവിനെതിരെ ഇപ്പൊ ഒരു പരാതി വന്നിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പൊ അതിനുശേഷം ഈ പല ആളുകൾ ഈ ബിജുവിനെതിരെ എത്തുന്നുണ്ട്. പല ആളുകൾ ഈ അവരൊക്കെ സിനിമയ്ക്ക് മുൻപ് അനുഭവം പല മറ്റു അങ്ങനെ കൂടുതൽ വേറെ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. പരാതികൾ ലഭിച്ചിട്ടില്ല. പരാതികൾ വെളിയിൽ പലരും പറയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരു പരാതി തന്നാലേ നമുക്ക് നടപടി എടുക്കാൻ പറ്റും. അങ്ങനെ റിട്ടേൺ ആയിട്ടുള്ള പരാതി കിട്ടിയാൽ അത് നടപടി ഉണ്ടാവും. ഈ അനൂപ് കണ്ണൻ അല്ലാതെ ആരും ബിജുമേനെതിരെ പരാതി തന്നിട്ടില്ല. അയാളിപ്പോ അടുത്തിറങ്ങിയ സിനിമയ്ക്ക് പ്രൊമോഷന് പോയില്ല എന്ന് പറയുന്നു. അത് കുഴപ്പമില്ലെന്ന് തന്നെ നിർമ്മാതാവ് പറഞ്ഞായിട്ട് അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവർക്ക് കുഴപ്പമില്ലെങ്കിൽ സംഘടനയ്ക്കും കുഴപ്പമില്ല. പല താരങ്ങളും ഇങ്ങനെ വരുന്നില്ല എന്ന് പറയുമ്പോൾ താരസംഘടനയുമായിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് പോയില്ലേ? ഇല്ല, വരുന്നില്ല എന്ന് പറയുന്നത് പർപ്പസായിട്ട് അവർക്ക് അവരുടെ ഒരു മടി കൊണ്ടോ എന്തെങ്കിലും കൊണ്ടായിരിക്കും. പക്ഷെ അത് സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷമാണ് അത് ചെയ്യുന്നത്. അത് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരും വിളിച്ച് പറയുന്നതിന് പകരം അവരുടെ സംഘടനയെ വിളിച്ച് ശക്തമായ ഭാഷയിൽ ഞങ്ങൾ സംസാരിക്കും. അതിനുശേഷം ഉണ്ടായാൽ നടപടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മൾ അവരുമായിട്ട് സഹകരിക്കില്ല. അങ്ങനെയുള്ള പടത്തിൽ അഭിനയിച്ച പ്രൊമോട്ട് ചെയ്യാത്തവരുമായിട്ട് പിന്നെ എന്തിനാണ് സഹകരിക്കുന്നത്? അവരുടെയും കൂടെ സിനിമയല്ല, അവരുടെ പേരിലല്ല സിനിമ അറിയുന്നത്. ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് ബി രാകേഷിന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്. ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ബി രാകേഷും ആവർത്തിക്കുകയാണ് ചെയ്തത് എന്നതാണ്. അതായത് ബിജു മേനോൻ നിർമ്മാതാവിന് നഷ്ടം വരുത്തിയെന്ന ആരോപണം ആവർത്തിക്കുന്നു. 15 ലക്ഷം രൂപ അനൂപ് കണ്ണന് ബിജു നൽകണമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രത്തിലെ ബിജുവിന്റെ പ്രതിഫലത്തിൽ നിന്നും തുക ഈടാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. നഷ്ടം നികത്തിയില്ലെങ്കിൽ ബിജുവുമായി സഹകരിക്കേണ്ട എന്നതാണ് തീരുമാനം എന്നതാണ്. ബിജു മേനോന് കത്ത് നൽകിയില്ലെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത്. ബിജു മേനോൻ നിർമ്മാതാവിന് നഷ്ടം വരുത്തിയെന്ന ആരോപണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവർത്തിക്കുന്നു. അനൂപ് കണ്ണന് 15 ലക്ഷം നൽകാൻ നിർദ്ദേശമുണ്ട്. തുക നൽകിയില്ലെങ്കിൽ സഹകരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കടക്കും എന്നതും വ്യക്തമാക്കുന്നു. പോവാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടില്ലായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മളത് ചാനലിൽ പോകുന്നോ ഇല്ലെന്നുള്ളതല്ല, പ്രൊമോഷൻ അയാൾ പോയിട്ടില്ല. അതിന്റെ ആ ബേസിലാണ് നമ്മളത് ഒരു കുഴപ്പക്കാരനായ ആളല്ല ബിജു മേനോൻ. പക്ഷെ അങ്ങനെ സംഭവിച്ചു. അതെ, ഇല്ല, വിദേശത്തോടെ ഷൂട്ടില്ല. സിനിമ എടുത്ത് ഇറങ്ങാൻ പോകുന്നല്ലോ. അതെ, അതെ, പ്രതിഫലം നേരത്തെ തന്നെ നൽകില്ല. ഇല്ല, എല്ലാം നിങ്ങളായാലും തന്നെ ഒരു നിങ്ങളെ ഗ്രൂപ്പിലുണ്ടാക്കിയിട്ടൊന്നും നമ്മളെ കൂടെ ആഡ് ചെയ്തു. ഓക്കെ, മതിയാവശ്യം നമ്മളായിട്ട് അങ്ങനെ ആരെയും പ്രത്യേകിച്ച്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബി രാകേഷിന്റെ പ്രതികരണമാണ് കണ്ടത്. ബി ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് രാകേഷും ഉന്നയിക്കുന്നത് എന്നതാണ്. അതായത് ബിജു മേനോൻ നിർമ്മാതാവിന് നഷ്ടം വരുത്തിയെന്ന ആരോപണം നിലനിൽക്കുന്നു. 15 ലക്ഷം രൂപ അനൂപ് കണ്ണന് ബിജു നൽകണമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രത്തിലെ ബിജുവിന്റെ പ്രതിഫലത്തിൽ നിന്നും തുക ഈടാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. നഷ്ടം നികത്തിയില്ലെങ്കിൽ ബിജുവുമായി സഹകരിക്കേണ്ട എന്നതിലേക്കാണ് തീരുമാനം പോകുന്നത് എന്നുള്ളതാണ്. പരാതിയിൽ ബിജു മേനോന് കത്ത് നൽകി. അനൂപ് കണ്ണന്റെ പരാതി 3 മാസം മുൻപ് കിട്ടിയിട്ടുണ്ട്. അതിൽ അത്തരം കാര്യങ്ങൾ എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ബിജു മേനോൻ മറുപടി നൽകിയത്. പ്രമോഷന് ചിലവഴിച്ചില്ല എന്നത് ഗുരുതരമായ കാര്യമാണ്. താരങ്ങളിലും പലരും പ്രമോഷന് പോകുന്നില്ല. സിനിമ ആളുകളിലേക്ക് എത്തിക്കാൻ താരങ്ങൾ പ്രമോഷന് പോയാലേ മതിയാകൂ. അമ്മയ്ക്കിപ്പോൾ കത്ത് നൽകിയിട്ടുണ്ട്. വിഷയം വളരെ ഗൗരവമായി കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. സിനിമയിൽ അഭിനയിക്കാമെങ്കിൽ എന്തുകൊണ്ട് പ്രമോഷന് പോയിക്കൂടാ എന്നും അദ്ദേഹം ചോദിക്കുന്നു. 25 ലക്ഷം നഷ്ടം വന്നു. അതിൽ 15 ലക്ഷം ബിജു മേനോൻ നൽകണമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബി രാകേഷ് പറയുന്നു. അടുത്ത പടത്തിൽ നിന്നും പണം ഈടാക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്.
വലിയ നടന്മാർ ഒക്കെ ഈ പ്രൊമോഷന് പങ്കെടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ബിജു മേനോന് എന്തുകൊണ്ട് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് രാകേഷ് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. ബിജു മേനോൻ ഇതുവരെയും ഇതിനെക്കുറിച്ചൊരു വ്യക്തത നൽകിയിട്ടില്ല, വിശദീകരണം നൽകിയിട്ടില്ല എന്നതാണ് രാകേഷിൻ്റെ പ്രതികരണം. ബിജു മേനോൻ നിർമ്മാതാവിന് നഷ്ടം വരുത്തിയെന്ന ആരോപണം നിലനിൽക്കുന്നു. 15 ലക്ഷം രൂപ അനൂപ് കണ്ണന് ബിജു നൽകണമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രത്തിലെ ബിജുവിൻ്റെ പ്രതിഫലത്തിൽ നിന്നും തുക ഈടാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. നഷ്ടം നികത്തിയില്ലെങ്കിൽ ബിജുവുമായി സഹകരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്കാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കടക്കുന്നത്. വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബി രാകേഷിന്റെ പ്രതികരണം കണ്ടു. അതായത് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് രാകേഷും ആവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ എന്ത് തീരുമാനമാണ് പ്രധാനമായും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൈക്കൊള്ളുക പ്രശാന്ത്? ഇക്കാര്യത്തിൽ അമ്മയ്ക്ക് നിലവിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കത്ത് നൽകിയിട്ടുണ്ട്. കത്ത് കിട്ടുന്നതിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ എന്നുള്ളതാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബി രാകേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് 3 മാസത്തിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കത്ത് ബിജു മേനോന് നൽകിയിരുന്നു. ആ കത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ അനൂപ് കണ്ണന്റെ സിനിമയുടെ OTT പ്രമോഷനുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ ബിജു മേനോൻ വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ആ പ്രമോഷൻ കൃത്യമായി നടക്കാതെ പോകുന്നു. അതുപ്രകാരം 25 ലക്ഷം രൂപ അനൂപ് കണ്ണന് നഷ്ടം വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് അനൂപ് കണ്ണൻ പരാതി നൽകുന്നു. അത്തരമൊരു കരാർ ഉണ്ടായിരുന്നില്ല. OTTയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കരാറിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് അത് പരിശോധിക്കുമ്പോൾ, ആ കരാർ പരിശോധിക്കുമ്പോൾ അതിൽ ഇത്തരത്തിൽ പ്രമോഷൻ നടപടികളുമായി സഹകരിക്കണമെന്ന് കൃത്യമായി വ്യക്തമാക്കിയിരുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പക്ഷെ അക്കാര്യത്തിൽ പിന്നീട് ബിജു മേനോന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ മറുപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അമ്മയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. നേരത്തെ ഇത്തരമൊരു നടപടി ഉണ്ടാകാതിരുന്നത് അമ്മയ്ക്ക് ആ സമയത്ത് അഡ്ഹോക് കമ്മിറ്റിയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമ്മയ്ക്ക് മുൻപിലേക്ക് പരാതികൾ നൽകിയിട്ടുണ്ട്. സീനിയർ താരങ്ങൾ മമ്മൂട്ടി, മോഹൻലാലും അടക്കമുള്ള ആളുകൾ കൊണ്ട് തന്നെ ഇപ്പോൾ അമ്മയ്ക്ക് മുൻപിലേക്ക് പരാതികൾ നൽകിയിട്ടുണ്ട്. സീനിയർ താരങ്ങൾ മമ്മൂട്ടി, മോഹൻലാലും അടക്കമുള്ള ആളുകളെല്ലാം തന്നെ കൃത്യമായി സിനിമയുടെ പ്രമോഷനുമായി സഹകരിക്കുമ്പോൾ ഒരു ഭാഗം താരങ്ങൾ ഇതിനോട് അലംഭാവം കാട്ടുന്നതാണ് പ്രധാനമായും പ്രധാനപ്പെട്ട കാര്യം. ഈ 25 ലക്ഷം രൂപ നഷ്ടം വന്നിട്ടുണ്ട്. അതിൽ 15 ലക്ഷം രൂപ ബിജുവിന്റെ അടുത്ത പടത്തിൽ നിന്ന് ഈടാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ലിസ്റ്റിൻ സ്റ്റീഫന്റെ പടമാണ് നിലവിൽ ബിജുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ആ പടത്തിൽ നിന്ന് അതിന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് 15 ലക്ഷം രൂപ ഈടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന അത്തരമൊരു നിർദ്ദേശം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ഇനി എന്ത് നിലപാട് ബിജു മേനോൻ എടുക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ അമ്മയുടെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകം തന്നെയാണ്. ശരി.